മഞ്ചേരി മണ്ഡലം ISMന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള തൻവീർ എന്ന തലക്കെട്ടിൽ നടക്കുന്ന പ്രഥമ പരിപാടിയിലാണ്, പഠന ക്ലാസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്ന ദീനിയായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വഭാവ സംസ്കരണം എന്ന വിഷയമാണ് അല്പനേരം നമുക്ക് പരസ്പരം ആലോചിക്കുവാനും ചിന്തിക്കുവാനുമുള്ളത്. ഒരു വലിയ വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ ചില വശങ്ങൾ മാത്രം നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക മാത്രമാണ് ഈ സംസാരത്തിലൂടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സംഭവം ഈ സമയത്ത് ഓർമ്മ വരികയാണ്. അരീക്കോട്ട് നിന്ന് മഞ്ചേരിയിലേക്ക് വരാൻ വേണ്ടി അരീക്കോട്ടെ സ്റ്റാൻഡിലെ ബസ്സിൽ കയറിയിരിക്കുന്ന സമയം, ആ സമയത്ത് വെള്ള വസ്ത്രം ധരിച്ച, തലപ്പാവുള്ള, താടിയുള്ള, നിര്യാണിക്ക് മുകളിൽ തുണിയെടുത്ത, നിസ്കാരത്തഴമ്പുള്ള ഒരാൾ ബസ്സിലേക്ക് കയറി വരുന്നു. അയാളുടെ കയ്യിൽ മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഓരോന്നും ഉയർത്തിപ്പിടിച്ച് ബസ്സിലുള്ള ആളുകളോട് പറഞ്ഞു, ഈ മരുന്ന് നിങ്ങൾ വാങ്ങണം, ഉപയോഗിക്കണം. ഒത്തിരി രോഗങ്ങൾക്ക് ഔഷധമാണ്, ശമനമാണ്. എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള പല ആളുകളും ഇത് വാങ്ങി അവരുടെ രോഗങ്ങളൊക്കെ ഭേദമായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ ചതിക്കൂല. ഞാൻ 5 നേരം നമസ്കരിക്കുന്ന ഒരാളാണ്. ഇത് കേട്ടപ്പോൾ ബസ്സിലെ പിൻസീറ്റിലിരിക്കുന്ന ഒരാൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ നിസ്കാരത്തെ പറ്റിയൊക്കെ പറയുന്നത്? അപ്പം അയാൾ പറഞ്ഞൊരു വിശ്വാസത്തിന് വേണ്ടി പറയാണ്. വീണ്ടും അയാൾ പറഞ്ഞു, നിങ്ങളിത് വാങ്ങൂ, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ, ഞാൻ ചതിക്കൂല, വഞ്ചിക്കൂല. ഞാൻ സുന്നത്ത് നോമ്പെടുക്കുന്ന ആളാണ്, തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ആളാണ്. ഇത് പറഞ്ഞപ്പോ ആ പിന്നിൽ സീറ്റിലിരിക്കുന്ന അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ ബസ്സിനകത്ത് സുന്നത്ത് നമസ്കാരവും തഹജ്ജുദൊക്കെ ഇവിടെ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ അത് വിറ്റുപോവല്ലേ ചെയ്യേണ്ടത്? ഇത് പറഞ്ഞപ്പോ ഈ മരുന്ന് വിൽപ്പനക്കാരൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞടുത്ത് വരികയാണ്. പിന്നെ അയാളുടെ വായിൽ വരുന്നത് തെറിയാണ്. അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തെറികളാണ് പിന്നെ അയാളുടെ നാവിൽ നിന്ന് വരുന്നത്. ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അയാൾ ബസ്സിലേക്ക് കയറി, വീണ്ടും തെറി പറയാണ്. പച്ച തെറിയാണ് പറയുന്നത്. ആ ബസ്സിനകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് അമുസ്ലിം സുഹൃത്തുക്കളുണ്ട്. 1 മിനിറ്റിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ നോമ്പെടുക്കുന്ന ആളാണ്. പക്ഷെ അയാളുടെ നാവിൽ നിന്ന് വന്നതോ ദുർഗന്ധം വമിക്കുന്ന വാക്കുകൾ, വചനങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, പള്ളിയിലൊക്കെ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളാണ്, പക്ഷെ ആളുകളെ വെറുപ്പിക്കുന്നവനാണ്. ഖുർആൻ ക്ലാസ്സിലും QHSലും ഒക്കെ സജീവമാണ്, പക്ഷെ സാമ്പത്തിക ഇടപാട് അയാളായിട്ട് നടത്താൻ പറ്റൂല. പള്ളിയിലൊക്കെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്, പക്ഷെ എന്നോടും എൻ്റെ മക്കളോടും ദേഷ്യത്തോടെ, അരിശത്തോടെ, കോപത്തോടെ കയർത്ത് സംസാരിക്കുന്ന ആളാണ് എന്ന് ചില ഭാര്യമാർ, സഹോദരിമാർ പറയുന്നു. വീട്ടിൽ ഉഷാറാണ്, നാട്ടിൽ പോക്കാണ്. നാട്ടിൽ ഉഷാറാണ്, വീട്ടിൽ മഹാ വൃത്തികെട്ട സ്വഭാവമാണ്. ചില ആളുകളെ പറ്റി പറയാറുണ്ട്, അയാൾ ദീനിയാണ്, പക്ഷെ സ്വഭാവം വളരെ മോശമാണ്. നമ്മളൊക്കെ ആ ഗണത്തിൽ പെടുന്നുണ്ടോ എന്നൊരു ആലോചനയാണ് ഈ സംസാരത്തിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് നമസ്കാരത്തിലും ഖുർആൻ പഠന ക്ലാസ്സിലും സജീവമാകുന്ന ആളുകൾ സ്വഭാവം വൃത്തികെട്ട രൂപത്തിലാവുന്നത്?
ഒന്നാമത്തെ കാര്യം, സൽസ്വഭാവം ഒരു പുണ്യപ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല എന്നതാണ്. രണ്ടാമത്തത്, സൽസ്വഭാവത്തിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം, സൽസ്വഭാവം ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മഹത്തായ പ്രതിഫലങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ്. നാലാമത്തെ കാര്യം, ദുസ്വഭാവികളായി ജീവിക്കുന്ന ആളുകൾക്ക് പാരത്രിക ലോകത്ത് ഉണ്ടായേക്കാവുന്ന കനത്ത നാശനഷ്ടങ്ങളും ദുരന്തങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അഞ്ചാമത്തെ കാര്യം, മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും അവിടുത്തെ സ്വഹാബത്തിൻ്റെയൊക്കെ ഉന്നതമായ ഉത്കൃഷ്ടമായ സ്വഭാവ മൂല്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സൽസ്വഭാവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ല സ്വഭാവക്കാരായി തീരാൻ കഴിയും എന്നതാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ അടുക്കൽ സൽസ്വഭാവത്തിന്റെ പ്രാധാന്യം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? ജനങ്ങൾക്ക് നല്ല സ്വഭാവ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഉന്നതമായ സ്വഭാവ മൂല്യങ്ങളെ ജീവിതം കൊണ്ട് കർമ്മം കൊണ്ട് പഠിപ്പിക്കാനാണ് ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടത്. സംസാരം കൊണ്ടല്ല, വർത്തമാനം കൊണ്ടല്ല, ജീവിതത്തിലൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നമ്മളിലേക്ക് അയച്ചത് എന്ന്. 5 നേരങ്ങളിലുള്ള നമസ്കാരം, ആ നമസ്കാരങ്ങളുടെയും അതേപോലെ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ആരാധനാ കർമ്മങ്ങളിലൂടെ അള്ളാഹു ലക്ഷ്യമാക്കുന്ന ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു ഉദ്ദേശം എന്താണ്? സ്വഭാവ സംസ്കരണമാണ്. വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ പറ്റി പറഞ്ഞു, വഅഖിമിസ്സലാത്ത് ഇന്നസ്സലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയമായും നീ നമസ്കാരം നിലനിർത്തുക. നിശ്ചയമായും നമസ്കാരം എന്നത് നീചമായ വെറുക്കപ്പെട്ട എല്ലാ കാര്യങ്ങളെ തൊട്ടും മനുഷ്യനെ തടയുന്നു. നമസ്കാരം എല്ലാ നികൃഷ്ടമായ കാര്യങ്ങളെ തൊട്ട് മനുഷ്യനെ, നിസ്കരിക്കുന്നവനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ്. നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മല്ലം യദഖൗലദ്ദൂർ വൽഅമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അയ്യദഅ തുആമഹു വശറാബ. ചീത്ത വാക്കോ പ്രവൃത്തിയോ ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ അവന്റെ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല. അവൻ ഭക്ഷണമോ വെള്ളമോ ഒഴിവാക്കുന്നത് കൊണ്ട് അതിന് യാതൊരു ഫലവും അള്ളാഹുവിന്റെ അടുക്കലില്ല എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദൻ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴോ, എന്തിനാണ് ധനികരായ ആളുകളിൽ നിന്ന് പണം ശേഖരിച്ച് പാവപ്പെട്ടവരായ ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കുന്നത്? തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരെ ശുദ്ധീകരിക്കാനാണ്, അവരെ സംസ്കരിക്കുവാനാണ്. ലുബ്ധതയിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, താൻ പോരിമയിൽ നിന്ന്, പൊങ്ങച്ചത്തിൽ നിന്ന്, അഹംഭാവത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് മനുഷ്യനെ, വിശ്വാസിയെ സംസ്കരിച്ചെടുക്കാനാണ് സക്കാത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞു, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജ് കർമ്മങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കപ്പെട്ടാൽ തോന്നിയാസം ചെയ്യാൻ പാടില്ല. മോശകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്, കുതർക്കങ്ങൾ ഉണ്ടാവരുത്. അതുണ്ടായാൽ നിങ്ങളുടെ ഹജ്ജിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് താക്കീത് നൽകുന്നു.
അല്ലാഹു നമുക്ക് നിർണയിച്ച 5 ഇബാദാത്തുകളും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളിൽപ്പെട്ട, താല്പര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്ദേശ്യവും അല്ലാഹു ലക്ഷ്യമാക്കുന്നത് സ്വഭാവ സംസ്കരണമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ നിത്യജീവിതത്തിൽ, വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ നമ്മൾ സൽസ്വഭാവം കാത്തു സൂക്ഷിച്ചാൽ അള്ളാഹു നൽകുന്ന ചില ഓഫറുകളുണ്ട്, അള്ളാഹു നൽകുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണെന്നറിയോ? ഒരുപാട് കാലം നിസ്കരിച്ച പ്രതിഫലം, ഒരുപാട് കാലം നോമ്പെടുത്ത പ്രതിഫലം. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജതസ് സായിമിൽ ഖായിം. ഒരുപാട് നിന്ന് നമസ്കരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം, ഒരുപാട് കാലം സുന്നത്ത് നോമ്പെടുക്കുന്ന മനുഷ്യന് കിട്ടുന്ന കൂലി, അതൊരു സൽസ്വഭാവിക്ക് അവന്റെ സൽസ്വഭാവത്തിലൂടെ അവൻ നേടിയെടുക്കുകയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുകയാ, ആളുകൾ മോശമായിട്ട് സംസാരിക്കുമ്പോൾ, വളരെ വൃത്തികെട്ട രൂപത്തിൽ ഇടപെടുമ്പോൾ അവൻ ക്ഷമിക്കും എന്നാണ്, അവൻ സഹിക്കുമെന്നാണ്. അവൻ ദുഷിച്ച സ്വഭാവങ്ങൾക്ക് നേരെ അവൻ സൽസ്വഭാവത്തിന്റെ പരിചയായി മുന്നോട്ട് വെക്കുക എന്നീ ഹദീസിനെ വ്യാഖ്യാനിച്ച് മുഹദ്ദിസീങ്ങൾ. നാളെ പരലോകത്ത് നന്മയുടെ തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്നത്, ഏറ്റവും കനം തൂങ്ങുന്നത് സൽസ്വഭാവമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. മൂന്നാമത്തെ കാര്യം, സ്വർഗത്തിലൊരു വീട് അള്ളാന്റെ ഓഫറാണ്, അള്ളാന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ സൽസ്വഭാവിയാണോ, സ്വർഗത്തൊരു വീട് തരാമെന്നാണ്. തമാശക്ക് പോലും ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത, തമാശക്ക് പോലും കളവ് പറയാത്ത, വഞ്ചിക്കാത്ത, നുണ പറയാത്ത, ആളുകളെ ആക്ഷേപിക്കാത്ത ഒരു മനുഷ്യൻ, അവന് കൊടുക്കുന്നത് സ്വർഗത്തിലൊരു വീടാണ്. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാദിഹാ വബിബൈത ഫീ അഅലൽ ജന്നതി ലിമൻ ഹസ്സന ഖുൽഖഹു. ഏതൊരു മനുഷ്യനാണ് തന്റെ സ്വഭാവത്തെ നന്നാക്കുന്നത്, അവന് സ്വർഗത്തിൽ അത്യുന്നതമായ പദവിയിൽ അല്ലാഹു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. ആരാ പറയണത്? അല്ലാഹുവിന്റെ റസൂൽ. എന്തിനേറെ പറയണം, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ പറ്റും. ആ മഹാഭാഗ്യം കിട്ടുന്നത് സൽസ്വഭാവിക്കാണ്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുകും അഖ്ലാഖാ. എൻ്റെ അടുത്ത് നാളെ പരലോകത്തിരിക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്നവരാരാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടവരാരാണെന്നറിയുമോ സ്വഹാബ? അഹാസിനുകും അഖ്ലാഖാ, നിങ്ങളുടെ കൂട്ടത്തിലെ സൽസ്വഭാവികളാണ്. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഇങ്ങനെ സ്വർഗത്തിൽ ഇരിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്, മഹത്തായ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തെ നമ്മൾ അർഹനാക്കുന്നത് സ്വഭാവമാണ്. എങ്ങനെയുള്ള സ്വഭാവം? സൽസ്വഭാവമാണ്. ഈ ഹദീസിന്റെ മറ്റൊരു ബാക്കി നമുക്ക് മറ്റൊരു ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ട്, എനിക്ക് വെറുപ്പുള്ള ചില ആളുകളുണ്ട്. പരലോകത്ത് അവർക്ക് എൻ്റെ അടുത്തിരിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ്. ആരാണെന്നറിയുമോ സ്വഹാബാ? നിങ്ങളുടെ കൂട്ടത്തിലെ മോശപ്പെട്ട സ്വഭാവക്കാരാണ്. അസ്സർസാറൂൻ അൽ മുതഫയ്യിഖൂൻ അൽ മുതശദ്ദിഖൂൻ. സ്വഹാബത്ത് പറയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഖദ് അലിംന അസ്സർസാരീന വൽ മുതശദ്ദിഖീന വമൽ മുതഫയ്യിഖൂൻ. റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് സർസാരി? ഞങ്ങൾക്കറിയാം, വായാടികളാണ്. വൽ മുതശദ്ദിഖീൻ, അഹങ്കാരം നടിക്കുന്നവരാണ്, പൊങ്ങച്ചം കാണിക്കുന്നവരാണ്, നാവിലൂടെ മറ്റുള്ളവരെ പരിഹസിക്കുന്നവരെ. 4 ആളുകൾ കൂടുമ്പോ ആളുകൾക്കിടയിൽ കുറവാക്കുന്നവർ, വഷളാക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ, മറ്റുള്ളവരുടെ അഭിമാനത്തെ ഇകഴ്ത്തി സംസാരിക്കുന്നവർ, അവരാണ് മുത്തശദ്ദിഖീങ്ങൾ. സ്വഹാബത്ത് ചോദിക്കാണ്, ആരാണ്
ആരാണ് മുത്തഫഹിഖീങ്ങൾ? ആരാണ്? മുത്തശദ്ദിഖീ എന്ന് പറഞ്ഞ ആളുകളെ പരിഹസിക്കുന്നവരാണ്. എന്നാൽ മുത്തഫഹിഖൂൻ ആരാണ്? റസൂലുള്ളാഹി പറയാൽ മുത്തകബ്ബിറൂൻ, അഹങ്കരിക്കുന്നവരാണ്, പൊങ്ങച്ചം നടിക്കുന്നവരാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു പോകും, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, ഞാനില്ലെങ്കിൽ ഇതെങ്ങനെ ഈ സംവിധാനം മുന്നോട്ട് പോകും, ഈ സംഘടന എങ്ങനെ മുന്നോട്ട് പോകും, ഈ മഹല്ല് എങ്ങനെ മുന്നോട്ട് പോകും, ഈ മദ്രസ എങ്ങനെ മുന്നോട്ട് പോകും, ഈ പള്ളി എങ്ങനെ മുന്നോട്ട് പോകും, ഇതൊക്കെ എന്നെ കൊണ്ട് കിട്ടുന്നതാണ്, ഞാനില്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് വീമ്പ് പറയുന്നവർ, എന്ന് അഹങ്കാരം പറയുന്നവർ, ഈ ബിൽഡിങ് എന്റെ കെയർ ഓഫിൽ കിട്ടിയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വലിയൊരു സംഭവമാണ് എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് അഹങ്കാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ഉറുമ്പിന്റെ കാല്, ആ ഉറുമ്പിന്റെ കാലിന്റെ വണ്ണം എത്ര ചെറുതാണോ അത്രമേൽ നമ്മുടെ ഹൃദയത്തിനകത്ത്, കൽബിനകത്ത് അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഒരു സൽസ്വഭാവിയാകാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം മനസ്സിന്റെ വിശുദ്ധിയാണ്. അഥവാ മനസ്സിനെ വൃത്തിയാക്കുക എന്നതാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിനകത്തൊരു ടാപ്പ് നമ്മൾ തുറക്കുമ്പോൾ ചളിവെള്ളം ഇങ്ങനെ വരികയാണ്, നല്ല സ്മെല്ലുണ്ട്, നല്ല ദുർഗന്ധമുണ്ട്. ഒരു പ്ലംബർ എന്താ ചെയ്യുക? ടാപ്പ് മുറിക്കോ? ഇല്ല. പ്ലംബർ എന്താ പറയാ? ടാങ്ക് നോക്കാൻ പറയും. ചിലപ്പോൾ ടാങ്കിൽ വേസ്റ്റ് ഉണ്ടാവും, അഴുക്കുകൾ ഉണ്ടാവും, മാലിന്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ടാപ്പ് തുറക്കുമ്പോൾ ചളിവെള്ളം വരുന്നത്, അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്നത്. നമ്മുടെ ബോഡിയുടെ, നമ്മുടെ ജീവിതത്തിന്റെ ടാങ്ക് എന്ന് പറയുന്നത് മനസ്സാണ്. ആ മനസ്സിനകത്ത് മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാവിലൂടെ വരുന്നത്, നമ്മുടെ കൈകാലുകളിലൂടെ വരുന്നത് ചീത്ത സ്വഭാവങ്ങളായിരിക്കും. ഒരു ടാങ്ക് വൃത്തിയാക്കണം, നമ്മുടെ മനസ്സ് വൃത്തിയാക്കണം. എങ്ങനെ നമ്മുടെ മനസ്സ് വൃത്തിയാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു സുദീർഘമായ ഹദീസ്. ഹദീസിൽ ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കടന്നു വരും, അയാൾ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽപ്പെട്ട ആളാണ്. രണ്ടാമത്തെ ദിവസം റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ ഇപ്പൊ അങ്ങോട്ട് കടന്നു വരും, അയാൾ സ്വർഗ്ഗവാസിയാണ്. മൂന്നാമത്തെ ദിവസവും പറഞ്ഞ റസൂലുള്ളാഹി, ഇപ്പോൾ ഇങ്ങോട്ടൊരാൾ കടന്നു വരും, അയാൾ സ്വർഗ്ഗാവകാശിയാണ്. 3 ദിവസവും വന്ന മനുഷ്യൻ ഒരേ സ്വഹാബിയാണ്. മൂന്നാമത്തെ ദിവസം മജ്ലിസ് പിരിഞ്ഞു, സദസ്സ് പിരിഞ്ഞു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, ഈ സ്വഹാബിന്റെ പിന്നാലെ പോയി സ്വഹാബിയോട് പറഞ്ഞു, രാത്രി നിങ്ങളുടെ കൂടെ എനിക്ക് താമസിക്കണം. താമസിച്ചു. ഈ സ്വഹാബി ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് സൽക്കർമ്മ, റസൂലുള്ളാഹി സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞല്ലോ, ആ സ്വഹാബി ചെയ്യുന്നത് പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും കാണുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ഈ സ്വഹാബിന്റെ അടുത്ത് വരികയാണ്, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വരികയാണ്. അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പക്ഷെ ഒരുപാട് ദിവസങ്ങളിൽ രാത്രികൾ നിങ്ങളെ നിരീക്ഷിച്ചപ്പോൾ പ്രത്യേക പുണ്യപ്രവർത്തനമൊന്നും ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാണ്? ആ സ്വഹാബി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അത് നമ്മുടെ നെഞ്ചിൽ കൊത്തിവെക്കേണ്ട വചനം. ആ സ്വഹാബി പറയാ, വൈറ അന്നീ ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഇശ്ശാ വലാ അഹ്സദു അഹദൻ അലാ ഖൈരി അതാഹു ഇയ്യാ. എന്റെ മനസ്സിനകത്ത് ഒരാളോടും എനിക്ക് വിദ്വേഷമില്ല, പകയില്ല, ദേഷ്യമില്ല, വൈരമില്ല. അങ്ങനെയാണ് രാത്രി ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നത്. ഒരാളോട് ദേഷ്യമില്ല, ഒരാളോട്. നമ്മളൊക്കെ പലപ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ട ആളുകളുടെ മുഖം നമ്മൾ ഓർക്കുന്നു. അവരോടുള്ള ദേഷ്യവും വൈര്യവും പകയും ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്നു വരും. ഈ സ്വഹാബി പറയാണ്, ഓരോ ദിവസം ഞാൻ കിടക്കപ്പായിലേക്ക് രാത്രി കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരാളോടും ഒരു തരിമ്പ് പ്രശ്നം പോലും എൻ്റെ ഹൃദയത്തിനകത്തില്ല. അപ്പൊ ഈ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാൻ, അത് തന്നെയാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം എന്ന് ആ സഹാബി അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആ സഹാബിയെ പറ്റി പറയാൻ. സഹോദരങ്ങളെ, നമുക്കാരുടെയും പകയുണ്ടെങ്കിൽ, നമുക്കാരുടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ നമ്മൾ പിണക്കത്തിലാണെങ്കിൽ, അസ്വരസത്തിലാണെങ്കിൽ, ആലോക്യത്തിലാണെങ്കിൽ, അകൽച്ചയിലാണെങ്കിൽ, നമ്മുടെ അമല് പോലും, നമ്മുടെ സൽക്കർമ്മങ്ങൾ പോലും അള്ളാഹു സ്വീകരിക്കില്ല എന്നതാണ്.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈൻ വയൗമൽ ഖമീസ് ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ. എല്ലാ ആഴ്ചയിലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നതാണ്. 2 വിഭാഗം ആളുകൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ വിഭാഗം ശിർക്ക് ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം വിദ്വേഷത്തിലും പകയിലും അകൽച്ചയിലും പിണക്കത്തിലും കഴിയുന്നവരാണ്. അവരെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നതാണ്, അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ, അൻളിറൂ ഹാദൈൻ ഹത്താ യസ്തലിഹാ. മലക്കുകളെ ഇവിടെ കർമ്മങ്ങൾ മാറ്റിവെക്കുക. ഇവർ എപ്പോഴാണോ നന്നാവുന്നത് ആ സമയം വരെ ഇവിടെ കർമ്മങ്ങളെ, നന്മകളെ, സുഹൃതങ്ങളെ, സൽപ്രവർത്തികളെ മാറ്റിവെക്കൂ മലക്കുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നതാണ്. ഭൗതികമായ വിഷയത്തിൽ അകൽച്ചയിൽ കഴിയുന്നവർ, പിണക്കത്തിൽ കഴിയുന്നവർ. ഒരു പ്രഭാഷണം കഴിഞ്ഞൊരു വീട്ടിലേക്ക് വന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ വീട്ടിലെ ആള് പറയാണ്, എന്റെ ജ്യേഷ്ഠൻ എന്നോടൊന്നും മിണ്ടിയിട്ട് ഇന്നത്തേക്ക് 7 വർഷം കഴിയാണ്. പള്ളി കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്, കാര്യപ്പെട്ട ആളാണ്. എന്റെ വീടിന്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങും. ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഒന്ന് ഇങ്ങോട്ട് കയറി ചെന്ന് എന്റെ അടുത്തേക്ക് വന്ന് സലാം ചൊല്ലി എന്നോടൊന്ന് കുശാന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. പക്ഷെ ഈ സമയം വരെ എന്നോട് മിണ്ടിയിട്ടില്ല. ഇങ്ങനെ എത്ര ആളുകൾ. എന്താ അതിന്റെ പ്രശ്നം? നമ്മുടെ നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സക്കാത്തിലൂടെ, ഹജ്ജിലൂടെ നമുക്ക് കിട്ടേണ്ടുന്ന പാപമോചനം തടയപ്പെടുന്നു എന്നാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയാ, അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, വഅഖിറൂ മഅഫിറതഹുമാ മിൻ ദുനൂബിഹിമാ ഹത്താ യസ്തലിഹാ. അവർ രണ്ടുപേരും നന്നാകുന്നത് വരെ അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന പാപമോചനം മലക്കുകളെ നീട്ടിവെക്കുക, മാറ്റിവെക്കുക. ചിന്തിച്ചു നോക്കൂ, എത്ര ആൾക്കാരുണ്ട് കണ്ടാൽ മിണ്ടാത്ത, സലാം ചെല്ലാത്ത, മാറി നടക്കുന്ന, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കല്യാണത്തിന് വിളിച്ചില്ല. ഒരാൾ കല്യാണത്തിന് പോണില്ല. പഴന്താ പറഞ്ഞെന്നറിയോ, എന്നെ കല്യാണത്തിന് നിശ്ചയമുണ്ടായിരുന്നു, ആ നിശ്ചയത്തിലേക്ക് എന്നെ ക്ഷണിച്ചില്ല, ക്ഷണിക്കേണ്ട രൂപത്തിൽ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. വർഷങ്ങളോളം മിണ്ടാതെ നടക്കുന്ന എത്ര അയൽവാസികൾ, എത്ര കുടുംബക്കാർ, എത്ര ബന്ധുക്കൾ, എത്ര സുഹൃത്തുക്കൾ, എത്ര സഹോദരന്മാർ. നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ കൽബിനകത്ത് നിന്ന് ഉയരേണ്ടുന്ന പ്രാർത്ഥന എന്താണ്? നമ്മുടെ കൽബിനകത്ത് നിന്ന് ഉയർന്നു വരേണ്ടുന്ന പ്രാർത്ഥന എന്താണ്? ദുആ എന്താണ്? മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ. يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ സ്വദറിൽ, ഞങ്ങളുടെ കൽബിൽ മുഅ്മിനീങ്ങളായ ആളുകളോട് വിദ്വേഷവും പകയും ഉണ്ടാക്കല്ല റബ്ബേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി എങ്ങനെയാണ് തന്റെ സഹോദരനുമായി തെറ്റി നിൽക്കാൻ കഴിയുക? രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംസാര മര്യാദകളാണ്. പരിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യത്തോടെ കണ്ട ഒരു കാര്യമാണ്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം, പരുഷ സ്വഭാവത്തോടുകൂടി ആളുകളോട് പെരുമാറാൻ പാടില്ല എന്നാണ്. അത് ഭർത്താവിനോടാവട്ടെ, ഭർത്താവ് ഭാര്യയോടാവട്ടെ, മാതാപിതാക്കൾ മക്കളോടാവട്ടെ, അധ്യാപകൻ കുട്ടികളോടാവട്ടെ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാവട്ടെ, പരുഷ സ്വഭാവത്തോടെ പെരുമാറാൻ പാടില്ല. എന്തുകൊണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അലാ ഉഖ്ബിറുക്കും ബിഅഹ്ലിന്നാർ, നരകവാസികളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് പറയാ, ബലാ യാ റസൂലല്ലാഹ്, കുല്ലു ഉതുല്ലിൻ
ജവാദിൻ മുസ്തക്ബിരിൻ. എല്ലാ പരുഷ സ്വഭാവിമാരും എല്ലാ പരുഷ സ്വഭാവത്തോടെ കഠിന ഹൃദയത്തോടെ പെരുമാറുന്ന ആളുകളുണ്ടല്ലോ, അഹങ്കാരത്തോടെ പൊങ്ങച്ചത്തോടെ അഹംഭാവത്തോടുകൂടി പെരുമാറുന്ന ആളുകളുണ്ടല്ലോ, അവർ നരകത്തിലാണ് നരകത്തിലാണ് നരകത്തിലാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപഴകണം? അല്ലാഹുവിന്റെ റസൂൽ പറയാ, അഹ്ലുൽ ജന്നത്തി സലാസ, സ്വർഗ്ഗത്തിൽപ്പെട്ട 3 വിഭാഗം ആളുകളുണ്ട്. അതിൽപ്പെട്ടൊരു വിഭാഗമാണ് വറജുലുൻ റഹീം റഖീഖുൽ ഖൽബി ലികുല്ലി ദീ ഖുർബാ വമുസ്ലിം. മുസ്ലിമിനോട്, അടുത്തവരോട്, ബന്ധുക്കളോട്, കൂട്ടുകാരോട്, സുഹൃത്തുക്കളോട് ലോല ഹൃദയത്തോടെ, സ്നേഹത്തോടെ, അലിവോടെ, ആർദ്രതയോടെ, അനുകമ്പയോടെ, കാരുണ്യത്തോടെ പെരുമാറുന്ന വ്യക്തി സ്വർഗ്ഗത്തിന് അവകാശിയാണ്. അവൻ സ്വർഗ്ഗത്തിൽപ്പെട്ട ആളാണ്. ആരാ പറയുന്നത്? റസൂലുള്ള ഇങ്ങനെ പറഞ്ഞു പോവല്ലേ, ജീവിതത്തിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോ, നടന്നു പോകുമ്പോ ഒരു അറാബിയായ മനുഷ്യൻ നബിന്റെ മുന്നിലേക്ക് വരികയാണ്. നബിന്റെ കഴുത്തിലൊരു ഷാളുണ്ട്. ആ ഷാള് അതിശക്തമായി പിടിച്ചു വലിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മുർലി മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക്, മുഹമ്മദ് നിന്റെ കയ്യിലുള്ള പണം എനിക്ക് തരാൻ ആവശ്യപ്പെടൂ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിന്റെ ചുമലിലേക്ക് ഇങ്ങനെ നോക്കി. ഈ ശക്തമായ വലി കാരണം നബിന്റെ തോളത്ത് ചോരങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ വല്ല കല്ലിച്ചു പോയിട്ടുണ്ട്. നമ്മളൊക്കെയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മളോടൊന്ന് രോഷത്തോടെ പെരുമാറിയാൽ, നമ്മുടെ കോളറൊന്ന് പിടിച്ചാൽ, നമ്മുടെ കൊല്ലിക്കൊന്ന് പിടിച്ചാൽ, നമ്മുടെ നാവിൽ നിന്ന് വരാവുന്ന എന്തെല്ലാം ദേശത്തോട് പറയാൻ പറ്റുന്ന വാക്കുകളുണ്ടോ അതെല്ലാം വരും. നമ്മുടെ കണ്ണുകൾ തിളക്കും, നമ്മുടെ സംസാരത്തിന് കട്ടിയുണ്ടാകും. റസൂൽ എന്താ ചെയ്തത്? ഫളഹിക, അവിടുന്ന് ഒന്ന് ചിരിച്ചു, ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വല്ലതും കൊടുക്കാൻ കൂടെയുള്ള അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അതാണ് നബി തങ്ങൾ. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പള്ളി കമ്മിറ്റി, മദ്രസ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ കീഴിലൊക്കെ പണിയെടുക്കുന്ന, ജോലിയെടുക്കുന്ന ആളുകളുണ്ട്. ഓഫീസുകൾ പണിയെടുക്കുന്ന മേലുദ്യോഗസ്ഥന്റെ കീഴിലുള്ള പണിക്കാരുണ്ട്, കീഴുദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു കമ്പനിയുടെ മാനേജറിന്റെ കീഴിൽ, ഇങ്ങനെ ഓരോ മേഖലയിലും ഒരു മേലുദ്യോഗസ്ഥന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പണിക്കാർ, കീഴുദ്യോഗസ്ഥന്മാർ, അവരോടൊക്കെ എങ്ങനെ ഇടപഴകണമെന്ന് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 കൊല്ലം സേവനം ചെയ്തു. 10 കൊല്ലം. റസൂലുള്ളാഹി അൻഹു പറയുകയാ, ഖദംതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. 10 കൊല്ലമാണ്, 10 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ ഖിദമത്ത് ചെയ്തത്. ഒരിക്കൽ പോലും ഫമാ ഖാല ലീ ഖത്തുൻ ഉഫ് വലാ ഖാല ലീ ഷൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽത വലാ ലിശൈഇൻ ലം അഫ്അൽഹു വലാ അഫ്അൽ. ഒരിക്കൽ പോലും എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ചെയ്യാത്തൊരു കാര്യത്തെപ്പറ്റി എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞില്ല. ചെയ്ത കാര്യത്തെപ്പറ്റി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പോലും റസൂലുള്ള പറഞ്ഞില്ല. ആരോട്? ഖാദിമിനോട്, സേവകനോട്, ഭൃത്യനോട്. ഇപ്പൊ നമ്മളോ? എന്താ കാരണം പ്രിയപ്പെട്ടവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്വ ബോധമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ്, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരുമോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങേക്കല്ല ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അങ്ങേക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ ഞാൻ എങ്ങനെ ഓതിത്തരാനാണ്? അപ്പൊ റസൂൽ പറഞ്ഞു, ഞാനല്ലാത്ത ഒരാളിൽ നിന്ന് ആ ഖുർആൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ പറയാറുണ്ട്, മക്കളെ വിളിച്ചിട്ട്, മോളെ ഒന്ന് ഖുർആൻ ഓത്, ഞാനൊന്ന് കേൾക്കട്ടെ. ഉമ്മ പറയാറുണ്ടോ? ഉപ്പ പറയാറുണ്ടോ? റസൂൽ പറയണത്. റസൂലുള്ളാഹിക്കാണ് എല്ലാ ആയത്തുകളും അവതരിപ്പിക്കപ്പെട്ടത്. എന്നിട്ട് പോലും സഹാബിയെ വിളിച്ച് പറയാണ്. അനസ് റളിയല്ലാഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഓതി.
സൂറത്തുൻ നിസാ ആണ് ഓതിയത്. ഓതിയത് എവിടെത്തിയെന്നറിയോ? ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഈ ആയത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക്, നിർത്ത്, മതി മതി. പിന്നെ മസ്ഊദ് മതി. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നബിന്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. എന്തേ കരയാൻ കാരണം? ഈ ആയത്ത് നമ്മളും കേട്ടിട്ടുണ്ടാവല്ലോ. സൂറത്തുൻ നിസായിലെ വചനമാണ്. അള്ളാഹു പറഞ്ഞത്, നബിയെ, ഓരോ സമുദായത്തിനും സാക്ഷിയെ ഞാൻ കൊണ്ടുവരും പരലോകത്ത്. നിന്റെ ഉമ്മത്തിന്റെ ഷാഹിദായി ഷഹീദായി നിന്നെ ഞാൻ കൊണ്ടുവരപ്പെടുമ്പോ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റവാളിയല്ല, മഅസൂമാണ്. ഒരു തെറ്റ് പോലും ചെയ്യാത്ത പ്രവാചകൻ ഈ ആയത്ത് കേൾക്കുമ്പോ, കരയുമ്പോ, കണ്ണുനീർ വാഴ്ത്തുമ്പോ, പ്രിയപ്പെട്ടവർ, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ചുമലുകളിലുണ്ട്, പിരടികളിലുണ്ട്. അത് ഭംഗിയായി നിർവഹിക്കുന്നിടത്ത്, പ്രത്യേകിച്ച് സ്വഭാവ രംഗത്ത് വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആരോട് തെറ്റ് ചെയ്തുവോ അവരോട് മാപ്പ് ചോദിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹു വലൗ കുൻത ഫളൻ വലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്. അള്ളാഹുവിന്റെ അപാര കാരുണ്യം കൊണ്ടാണ് നബിയെ താങ്കൾ നിന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളോട് സൗമ്യതയോടെ, സ്നേഹത്തോടെ, അലിവോടെ, ആർദ്രതയോടെ, വാത്സല്യത്തോടെ, കാരുണ്യത്തോടെ പെരുമാറിയത്. താങ്കളെങ്ങാനും പരുഷ സ്വഭാവത്തോടുകൂടി ആളുകളോട് പെരുമാറിയിരുന്നെങ്കിൽ നിങ്ങൾ ചുറ്റും ആരും കൂടിയിരിക്കൂല, അവരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചു പോകും എന്ന് ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. ഉഹുദിന്റെ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്നിന്റെ മുകളിൽ കുറച്ച് സഹാബത്തിനെ നിർത്തുകയാണ്. അള്ളാന്റെ റസൂലിന്റെ ഓർഡർ വരുന്നതിന് മുമ്പ് അവർ താഴോട്ടിറങ്ങുന്നു. ആ താഴോട്ടിറങ്ങിയ സമയത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ, അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ സൈന്യമായിട്ട് കടന്നു വരുന്നു, അമ്പെയ്യുന്നു. ഒരുപാട് ആളുകൾ അമ്പേറ്റ് രക്തസാക്ഷികളാവുന്നു. ഒരുപാട് അപകടങ്ങളും അത്യാഹിതങ്ങളും ഉണ്ടാവുന്നു. അതിന് കാരണക്കാർ ആ കുന്നിന്റെ മുകളിൽ നിർത്തിയ സഹാബത്താണ്. പക്ഷെ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചില്ല, ദേഷ്യപ്പെട്ടില്ല, അരിശം കൊണ്ടില്ല. ഒരു തുറിച്ച നോട്ടം പോലും ആ സ്വഹാബത്തിന് നേരെ നടത്തിയില്ല. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അർറഹിമൂന യർഹമുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ജനങ്ങളുടെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യത്തോടെ, സ്നേഹത്തോടെ ഇടപഴകുമെന്ന്. ഇതൊക്കെ പറയുമ്പോ ആളുകൾക്കൊരു വർത്താനുണ്ട്, അയാൾ അങ്ങനത്തെ മനുഷ്യനാണ്, അയാളോട് അങ്ങനെ തന്നെ പെരുമാറണം. അത് പറയാൻ പാടില്ല. അത് സത്യത്തിൽ ഒരു മുഅ്മിനിന്റെ വർത്തമാനമല്ല, ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ സംസാരമല്ല. യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ആയത്ത് ഓതിക്കേൾപ്പിക്കപ്പെടുകയാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. ഈ ആയത്ത് കേട്ടപ്പോ ഫബകാ യഹ്യ ഇബ്നു മുആദ് കരയാണ്. എന്താ പറയണമെന്നറിയോ? ഇലാഹി ഹാദാ റിഫ്ഖുക്, എന്റെ പടച്ചോനെ, നിന്റെ ദയ, നിന്റെ കാരുണ്യം, നിന്റെ അലിവ്, നിന്റെ അനുകമ്പ. ആരോട്? ബിമൻ യഖൂൽ അനൽ ഇലാഹ്, ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ ഫിറഔനിനോട്. ആ ഫിറോന്റെ അടുത്തേക്ക്, ആ ഫിറോന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അള്ളാന്റെ കൽപ്പന എന്താണ്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, സോഫ്റ്റായി അവരോട് സംസാരിക്കണം, മൃദുവായി, സൗമ്യതയോടെ. ഞാനാണ് പടച്ചോൻ, ഞാനാണ് ദൈവം, ഞാനാണ് ഇലാഹ് എന്ന് പറഞ്ഞ ധിക്കാരിയായ ആ ഫിർഔനിനോട് പോലും നല്ല രൂപത്തിൽ സംസാരിക്കണമെന്ന്
കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം. നമ്മളൊരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിൽ നടന്നു നോക്കണം, തൂക്കി നോക്കണം. ഈ വാക്ക് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുമോ? ഒരു മനുഷ്യന്റെ മനസ്സിനെ അലോസരപ്പെടുത്തുമോ? ഒരു മനുഷ്യന്റെ കൽബിനെ മുറിപ്പെടുത്തുമോ? ഉണ്ടെങ്കിൽ പറയരുത്. ആ വാക്കിനെ പിറകോട്ട് വലിക്കാൻ കഴിയണം. നിങ്ങൾ നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സഫിയ ബീവിയെ പറ്റി ഞാൻ ചെറിയൊരു വാക്ക് പറഞ്ഞു. ഖസീറ എന്ന് പറഞ്ഞാൽ പൊക്കം കുറവുള്ളവൾ. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ കുള്ളത്തിന്ന് വിളിച്ചു. ഇത് കേട്ട റസൂലുള്ള പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ലഖദ് ഖുൽതി കലിമ ലൗ മുദിജത് ബിമാഹിൽ ബഹരി ലമദജതുഹു. ആയിഷ, ഈ വാക്കെങ്ങാനും സമുദ്രത്തിലിട്ടാൽ സമുദ്രം പോലും മലിനമാകുന്നതാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, സമുദ്രത്തിന്റെ രുചിയും കളറും മാറിപ്പോകുന്നു. ഈ വാക്കിന് അത്രമേൽ ഘനമുണ്ട്, ഈ വാക്കിന് അത്രമേൽ ഭാരമുണ്ട്, കട്ടിയുണ്ട്. അപ്പൊ നമ്മളൊക്കെ പറയുന്ന വാക്കുകളോ, നമ്മളൊക്കെ ഉച്ചരിക്കുന്ന സംസാരങ്ങളോ, നമ്മളൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ, അള്ളാഹ് ഒരു കാര്യം പറഞ്ഞോ, അവിടെ നിൽക്കാൻ കഴിയണം. റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഹൃദയത്തെയും വേദനിപ്പിക്കുന്ന, അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന വാക്കുകളോ പ്രവൃത്തികളോ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മുഹമ്മദ് റസൂൽ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി, നമ്മളാണ് മുത്തബിയുസുന്ന, നമ്മളാണ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വാക്കിലും പ്രവൃത്തിയിലും കൊണ്ടുവന്നവർ. അത് നേരെ തിരിച്ചാകും. ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് ഒരാൾ വരികയാണ്, ഉഐന എന്ന് പറയുന്ന ഒരാള്. അയാൾ അവിടെയുള്ള ആളുകളോട് ചോദിക്കാണ്, എനിക്ക് ഉമറിനോട് സംസാരിക്കണം, ഉമറിനോട് വർത്താനം പറയണം. സദസ്സിലുള്ള ഹുർ എന്ന് പറയുന്ന പ്രായം ചെന്ന സ്വഹാബി ഫസ്തഅദനൽ ഹുറു, ഹുർ അനുവാദം കൊടുക്കുകയാണ്, അയാൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ആ സമയത്ത് ഉവൈന വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമറേ, ഫവല്ലാഹി മാ തുഅതീനൽ ജസില വലാ തഹ്കും ബൈനനാ ബിൽ അദ്ൽ, ഞങ്ങൾക്കൊന്നും തരുന്നില്ല, ഞങ്ങൾക്കിടയിൽ നീതി കാണിക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോ ഫാളിബ ഉമറു, ഉമർ ഒന്ന് കോപിച്ചു. അദ്ദേഹം ഒന്ന് കഥ കഴിച്ച് കളയുമെന്ന് വിചാരിച്ചു. ആ സമയത്ത് സദസ്സിലുണ്ടായിരുന്ന ഹുർ എന്ന സ്വഹാബി പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഇന്നല്ലാഹ തആല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദിൽ അഫ്വാ വഅമറ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഉമറേ, അമീറുൽ മുഅ്മിനീൻ, അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്, മാപ്പ് കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, നന്മ കൽപ്പിക്കണം. വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് അതിന്റെ കൂടെ പോവരുത്, അതിൽ നിന്ന് വിട്ടു നിൽക്കണം, മാറി നിൽക്കണം. സൂറത്ത് അഅറാഫിലെ 199-ാമത്തെ വചനം കേൾപ്പിക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, വഇന്ന ഹാദാ ഫവല്ലാഹി മാ ജാവസാ ഉമർ ഹീന തലാഹാ അലൈഹി വകാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. ഇതെന്ന് കേട്ടപ്പോൾ, ഈ ആയത്ത് കേട്ടപ്പോൾ ഉമർ സ്തംഭിച്ചു പോയിന്നാണ്. ഒരു അനക്ക അവിടെ നിന്ന് അനങ്ങിയില്ല, പിന്നീടൊരു വാക്ക് അവിടുന്ന് ഉച്ചരിച്ചില്ല. വക്കാന വഖാഫൻ ഇൻദ കിതാബില്ല, അള്ളാന്റെ കിതാബിന്റെ മുന്നിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അവരൊക്കെ പോയ സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത്. അവരുടെ സ്വഭാവങ്ങളും വിശേഷണങ്ങളും നമ്മളിൽ ഉണ്ടാവണം. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ അവിടുത്തെ പ്രധാനപ്പെട്ട 1-2 ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ കാര്യമായി പറയേണ്ടതൊരു വിഷയമുണ്ട്. ഇവിടെ പരസ്പരം മോശപ്പെട്ട പേരുകൾ വിളിക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ഓരോ ഓമന പേരുകളുണ്ടാവും ഓരോരുത്തർക്കും. പക്ഷെ അതാൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതും നല്ലവണ്ണം പറയണം. വലിയ ഗൗരവമുള്ള വിഷയമാണ്. ചിലപ്പോൾ മാതാപിതാക്കൾ മക്കളെ വിളിക്കുന്ന ചില പേരുകളുണ്ട്. ഒരു ഉമ്മ ഒരു മകനെ വിളിക്കുക ഞാൻ കേട്ടിട്ടുണ്ട്, ഷാപ്പാട്ട് രാമൻ. നല്ലോ ഭക്ഷണം കഴിക്കും, അവൻ ഷാപ്പാട്ട് രാമനാന്ന് പറയും. പല പേരുകളും പല സ്ഥലങ്ങളിൽ വിളിക്കുന്ന ഒരുപാട് വെറുക്കപ്പെട്ട, ഒരിക്കലും മുഅ്മിനെ നേരെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ.
അല്ലാഹു എത്ര ഗൗരവത്തോടെ പറഞ്ഞ വാക്കാണത്. വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഅസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഒരിക്കലും ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത വെറുപ്പുണ്ടാക്കുന്ന വാക്കുകളോ നാമങ്ങളോ നിങ്ങൾ ഉച്ചരിക്കരുത്, പറയരുത്. കാരണം ഈമാൻ കിട്ടിയ ശേഷം അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ തമ്മാടിത്തമാണത്, ഫുസൂഖാണത്, തോന്നിയവാസമാണത്. ഒരാൾ തൗബ ചെയ്യാതെ അങ്ങനെ തന്നെ മരിച്ചു പോയാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ആരാണ്? അക്രമികാരികളിൽപ്പെട്ടവനാണ്, അക്രമിയാണവൻ. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം നുണ പറയാന്നുള്ളതാണ്. തമാശക്ക് നുണ പറയുന്നവർ, കാര്യമായി തന്നെ നുണ പറയുന്നവർ റസൂലുള്ളാഹി വലിയ ഗൗരവത്തോടെ പറഞ്ഞൊരു കാര്യമാണ്. പണ്ടത്തെ മാതിരിയല്ല. ഇപ്പൊക്കെ നുണ നമ്മൾ വാട്സപ്പിലൂടെ വിട്ടു കഴിഞ്ഞു. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള ആളുകളൊക്കെ ഒരേ സമയം കേൾക്കാനുള്ള സംവിധാനം നമ്മുടെ മുന്നിലുണ്ട്. മതപരമായ വിഷയമാവട്ടെ, റസൂലുള്ളാഹി പറഞ്ഞു എന്ന നിലക്ക് റസൂലുള്ളാഹി പറയാത്ത കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുക. അതേപോലെ ഒരാളെ പറ്റി പറയാൻ പാടില്ലാത്തൊരു കാര്യം, അയാൾ ഇല്ലാത്തൊരു വിഷയം പറഞ്ഞു പരത്തുക. വാട്സാപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, നാവിലൂടെ, കൂട്ടുകാരിലൂടെ, സുഹൃത്തുക്കളിലേക്ക്, കുടുംബക്കാരിലേക്ക് വലിയ ഗൗരവമുള്ള വിഷയം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിറങ്ങുമ്പോൾ രണ്ടാൾക്കാർ വന്നു. മലക്കുകളാണ്. രണ്ടുപേര് നബിന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി. ഒരുപാട് ദൃശ്യങ്ങളും രംഗങ്ങളും കണ്ടു. അതിൽ പെട്ടൊരു ദൃശ്യം എന്താണെന്നറിയോ? ഒരാളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. അയാൾ അടുത്തൊരു മലക്കുണ്ട്. ആ മലക്കിന്റെ കയ്യിൽ കുടിലുണ്ട്, ഇരുമ്പിന്റെ. ആ ഇരുമ്പിന്റെ കുടില് വായിലേക്ക് വെച്ച് ചെവി വരെ കീറി മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭാഗം ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഭാഗത്തേക്ക് റൈറ്റും ലെഫ്റ്റും സൈഡ് ഭാഗങ്ങൾ ഇരുമ്പിന്റെ കുളത്തിങ്ങനെ വായിലിട്ട് ചെവി വരെ കീറി മാന്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കണ്ണിലൂടെ, മൂക്കിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് ഭയത്തോടെ, എന്ത് തെറ്റാണ് ഈ മനുഷ്യൻ ചെയ്തത്? അവ മലക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം ഫകദ്ദാബ്, അയാൾ നുണയനാണെന്നാണ്, പെരുന്നുണയൻ. യുഹദ്ദിസുൽ കദിബ്, നുണ പറയും. യുഹദ്ദിസു ബിൽ കദ്ബ, നുണ പറയും. അത് എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യന് ഖബറിൽ കിട്ടുന്ന ശിക്ഷയാണ്. ഖബറിൽ കിട്ടുന്ന ശിക്ഷ. ഇന്ന് മരിച്ചാൽ നുണ പറയുന്ന മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഖബറിൽ കിട്ടുന്ന ഭയാനകമായ ശിക്ഷകൾ പെട്ടൊരു ശിക്ഷയാണ്. അതോടൊപ്പം തന്നെ ദുരാരോപണം പറയാം. ഒരാൾ ഇല്ലാത്തത് അയാളുടെ പേരിൽ കെട്ടിവെച്ച് പറയുക വലിയ കുറ്റമാണത്. അർവാ ബിൻത് ഉവൈസ് എന്നൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു ആരോപണം പറഞ്ഞു. എന്താ ആരോപണം? സഈദ് എന്റെ ഭൂമി തട്ടിയെടുത്തിട്ടുണ്ട്. ഈ കേസ് അവസാനം ആ രാജ്യത്തിന്റെ ഖലീഫയിലേക്ക് വരെ എത്തി, കോടതിയിലേക്ക് വരെ എത്തി. ആ സമയത്ത് സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു രണ്ട് കരങ്ങളും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, അല്ലാഹുമ്മ ഇൻ കാനത് കാദിബ ഫഇൻ ബസറഹാ വജഅൽ ഖബറഹാ ഫീ ദാരിഹാ. അല്ലാഹുവേ, ഈ പെണ്ണ് നുണയാണ് പറയുന്നതെങ്കിൽ ഈ പെണ്ണിന്റെ കാഴ്ച നീ ഇല്ലാതാക്കണേ. ഈ പെണ്ണിന്റെ ഖബർ ആ പെണ്ണിന്റെ വീടിന്റെ ഉള്ളിലാക്കണേ. പിന്നെ ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ നമുക്ക് കാണാം ആ പെണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ്. കാഴ്ചയില്ലാതെ ആ പെണ്ണ് വീട്ടിനകത്ത് ചുമരിങ്ങനെ തപ്പിത്തടഞ്ഞ് നടന്നു നീങ്ങുമ്പോ ആ പെണ്ണ് പറയുന്നുണ്ട്, അസോബത്തിനി എന്നെ ബാധിച്ചിരിക്കുന്നു, സഈദ് ഇബ്നു സഈദ് എന്റെ പ്രാർത്ഥന എന്ന്. ചുമരിങ്ങനെ തപ്പിത്തടഞ്ഞ് നടന്നു നീങ്ങുമ്പോ ആ വീട്ടിനകത്തുള്ളൊരു കിണറുണ്ട്. ആ കിണറ്റിലേക്ക് വീഴുകയാണ്. ആ പെണ്ണിന്റെ ഖബർ ആ വീടിനകത്ത് തന്നെയാവുകയാണ്. ഒരാളെപ്പറ്റി ഇല്ലാത്തത് നമ്മൾ പറയരുത്. അയാളെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പറ്റിയാണോ പറഞ്ഞത് അയാൾ മനംനൊന്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കും അള്ളാഹുവിന്റെ ഉത്തരത്തിന്റെ ഇടയിലും മറയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വലിയ ഗൗരവമുള്ള, നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം പരദൂഷണമാണ്. ആളുകൾക്ക് ഒരാളെപ്പറ്റി കുറ്റം പറയാൻ, അയാളെപ്പറ്റി ഈബത്ത് പറയാൻ യാതൊരു മടിയുമില്ല. പരദൂഷണം അനുവദിക്കപ്പെട്ട മേഖലയുണ്ട്. നമ്മൾ ആക്രമിക്കപ്പെട്ടാൽ പറയേണ്ട സ്ഥലത്ത് നമുക്ക് അയാളെ പറ്റി പറയാം.
ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ ആ ഹദീസിലെ റാവി ദുർബലനാണ് എന്ന് നമുക്ക് പറയാം. ഒരു കല്യാണ ആലോചനയുമായി ബന്ധപ്പെട്ട് ഒരാളെ പറ്റി അന്വേഷിക്കുമ്പോ അയാളെ പറ്റി ഉള്ളത് പറയാം, ഇല്ലാത്തത് പറയരുത്. അതോടൊപ്പം തന്നെ നസീഹത്തിന് വേണ്ടി പറയാം. നടന്നു നീങ്ങുമ്പോ എന്റെ സുഹൃത്തിന്റെ ഒരു മകൻ അയാൾ വീടിന്റെ ബാക്കിൽ ഇങ്ങനെ നല്ല സിഗരറ്റ് വലിക്കുകയാണ്. അപ്പൊ വാപ്പാനോട് പറഞ്ഞു കൊടുക്കാം, മോനെ ഇങ്ങനൊക്കെ വലിക്കുന്നുണ്ട് കേട്ടോ, എന്താ ഉദ്ദേശം? ഇവൻ നന്നാവണം, ഇങ്ങനെ പോയാൽ ശരിയാവൂല എന്ന ഉദ്ദേശത്തോടു കൂടി പറയാം. അതേപോലെ ഒരാൾ ഇസ്ലാമിനെ വളച്ചൊടിക്കുകയാണ്, ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, ഹദീസുകളെ കോട്ടിമാട്ടുന്നു. ആ സമയത്ത് അയാൾ ചെയ്യുന്ന അക്രമം, അയാളെ പറ്റി ആ നിലക്ക് പരദൂഷണം അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ കാര്യമായി പറയാറില്ല. നമ്മൾ ഒരാളെ പേഴ്സണലായിട്ട് അയാളുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്താണ് പരദൂഷണം? ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് പരദൂഷണം. ഇപ്പൊ സഹാബത്ത് ചോദിച്ചു, ഉള്ള കാര്യം പറയലാണെങ്കിലോ? ഉള്ള കാര്യം പറയലാണ് പരദൂഷണം, ഇല്ലാത്തതാണെങ്കിലോ അത് നുണയായി മാറി. വലിയ ഗൗരവമുള്ള വിഷയം. റസൂലുള്ളാഹി പറയാണ്, പരദൂഷണം പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ ഇല്ല എന്നാണ്. ഈമാൻ അവന്റെ ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളി തന്നെ അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ മിമ്പറിൽ കയറിയിട്ട് വിളിക്കുകയാണ്, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാൻ വലം യദ്ഖുലിൽ ഈമാനു ഖൽബ ലാ തഅതാബുൽ മുസ്ലിമീൻ. നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച ആളുകളെ, ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാത്തവരെ, മുസ്ലിങ്ങളെ പറ്റി നിങ്ങൾ എയ്ബത്ത് പറയരുത്. അവരുടെ ന്യൂനതകളും കുറവുകളും അന്വേഷിച്ച് അവരുടെ പിറകെ നടക്കരുത്. ഏതൊരു മനുഷ്യന്റെ കുറവും ന്യൂനതയും ബലഹീനതയും അന്വേഷിച്ചു കൊണ്ടാണോ നീ പിറകെ നടക്കുന്നത്, അള്ളാഹു നിന്റെ പിന്നിൽ തന്നെ ഉണ്ടാവും. നിന്നെ അള്ളാഹു വഷളാക്കും, കുറവാക്കും, നീ എവിടെ ഒളിച്ചിരുന്നാലും എന്ന്. ഭയങ്കര ശിക്ഷയാണ് ഖബറിലുള്ളത്. മിറാജിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗം കാണുകയാണ്. ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുള്ള ചില ആളുകൾ അവരെന്താ ചെയ്യുന്നത്? അവരവരുടെ നെഞ്ചുകളും മുഖവും നെറ്റിയുമെല്ലാം ഈ നഖങ്ങൾ കൊണ്ട്, ചെമ്പ് കൊണ്ടുള്ള ഈ നഖങ്ങൾ കൊണ്ട് കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നെഞ്ചൊക്കെ മാന്തി പിളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, മൻ ഹൗലാഹി യാ ജിബ്രീൽ, ജിബ്രീലെ ഇക്കൂട്ടരാരാണ്? അല്ലാഹുവിന്റെ റസൂലിന് പറഞ്ഞു കൊടുക്കുന്ന വാചകം ശ്രദ്ധിക്കൂ, ഹൗലാഇൽ ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അറാദിഹിം. ജനങ്ങളുടെ പച്ച മാംസം തിന്നുന്നവരാണ്, ജനങ്ങളുടെ അഭിമാനത്തെ മുറിപ്പെടുത്തുന്നവരാണ്. ഒരാൾ പാതകിയാകണമെങ്കിൽ, ഒരാൾ കുറ്റക്കാരനാകണമെങ്കിൽ കള്ളു കുടിക്കണമെന്നില്ല, വ്യഭിചരിക്കണമെന്നില്ല, മോഷ്ടിക്കണമെന്നില്ല. ഒരാളെ ഒരു സദസ്സിൽ വെച്ചോ അല്ലാതെയോ നിന്ദിച്ചാൽ തന്നെ മതി, ഇൻസൾട്ട് ചെയ്താൽ മതി. റസൂൽ പറഞ്ഞല്ലോ, തന്റെ സഹോദരൻ നിന്ദിക്കുക, കളിയാക്കുക, പരിഹസിക്കുക, കുത്തുവാക്കുകൊണ്ട് അവന്റെ മനസ്സിനെ നോവിക്കുക, അത് തന്നെ മതി ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ കുറ്റക്കാരനായി തീരാൻ, ഒരു മനുഷ്യന് നരകം കിട്ടാനുള്ള കാരണം. റസൂലുള്ളാഹി പറഞ്ഞു, എത്ര മനുഷ്യന്മാരാണ് നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് അവിടെ നാവുകൾ ചെയ്തിട്ടുള്ള വിനകൾ കാരണത്താൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നാവ് കൊണ്ട് ഒരാളെ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടാണ് നമ്മളെ അമലുകളും സൽക്രമങ്ങളും ചെയ്യുന്നതെങ്കിൽ അതിന് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു കൂലിയില്ല എന്നാണ്. നമ്മളൊക്കെ ഒരുപാട് കേട്ടൊരു ഹദീസാണ്, അത്തദ്റൂന മൽ മുഫ്ലിസ്, പാപ്പരായവൻ ആരാണ്? സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ പണമില്ലാത്തവനും ദീനാറും ദിർഹമും ഇല്ലാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഒന്നുമില്ലാത്തവരെന്ന് പറയുന്നത് ആരാണ്? അവൻ നമസ്കാരമുണ്ടവന്, നോമ്പുണ്ടവന്, ജക്കാത്തുണ്ടവന്, പക്ഷേ ഇന്ന വ്യക്തിയെ അവൻ ആക്ഷേപിച്ചിട്ടുണ്ടാകും, ഇന്ന വ്യക്തിയെ അപവാദം പറഞ്ഞിട്ടുണ്ടാകും, ഇന്ന വ്യക്തിയുടെ രക്തം അവൻ ചിന്തിയിട്ടുണ്ടാകും, ഇന്ന വ്യക്തിയുടെ ധനം അവൻ അന്യായമായി കൈക്കലാക്കിയിട്ടുണ്ടാകും, ഇന്ന
വ്യക്തി അവൻ അടിച്ചിട്ടുണ്ടാകും, ദ്രോഹിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള മനുഷ്യൻ നാളെ പാരത്രിക ലോകത്ത് കടന്നു വരുമ്പോ അവൻ ചെയ്തു വെച്ചിട്ടുള്ള നമസ്കാരങ്ങളില്ലേ, നോമ്പുകളില്ലേ, ദക്കാത്തുകളില്ലേ, ഉംറകളില്ലേ, ഹജ്ജുകളില്ലേ, അതെല്ലാം ആരെയാണ് അവൻ ദ്രോഹിച്ചത്? അവനിലേക്ക് നൽകപ്പെടുകയാണ്. പിന്നവനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആര് പറയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, അങ്ങനെ ഒരുപാട് പുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ തന്റെ സഹോദരനെ, തന്റെ സഹോദരിയെ, തന്റെ അയൽവാസിനെ, തന്റെ ബന്ധുവിനെ, തന്റെ കൂട്ടുകാരനെ, ഇഷ്ടപ്പെട്ടവനെ, തന്റെ കൂടെയുള്ളവരെ നാവ് കൊണ്ട് ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിഷ്ഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൊരാൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ നിസ്കരിച്ച പെണ്ണാ, സദഖ കൊടുത്ത പെണ്ണാ, നമസ്കരിച്ച പെണ്ണാണ്, നോമ്പെടുത്ത പെണ്ണാണ്. പക്ഷേ ആ പെണ്ണിനൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നാവ് കൊണ്ട് അയൽവാസിനിയെ ദ്രോഹിക്കും. ആ പെണ്ണിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണെന്ന് മാത്രമല്ല, ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മ തന്നെ ഇല്ല എന്നതാണ്. നിങ്ങൾ നോക്കൂ, നിസ്കരിച്ച ആള്, നോമ്പെടുത്ത ആള്, അയാളിൽ നന്മയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം